ഈ കുട്ടികൾ ഇതുപോലുള്ള റീൽസും സംഗതികളും പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാക്കി വിടുന്നതൊക്കെ വലിയ സംഭവമാക്കിയിട്ട് ഈ കുട്ടികൾക്ക് എൻ്റെ ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് മന്ത്രി ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മന്ത്രിയൊക്കെ ഇടുമ്പോൾ അത് ഒന്നൊന്നുമല്ല. അത് പിന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അവർ രണ്ട് പേരുടെയും പേജിൽ പല സമയങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ 2019 പഠനം പറയുന്നത് ഇതിൽ ലോങ് ടേം റിസ്ക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടാവുന്നത് ഇതത് കാരണം ഉണ്ടോ ചോദിച്ചാൽ നമ്മളില്ലയെന്ന് പറയാം. പക്ഷേ ഈ പഠനം പറയുന്നത് ഡയബറ്റീസ്, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ പോലും ഇത്തരത്തിലുള്ള ഏർലി സ്റ്റേജിൽ നടക്കുന്ന ബുള്ളിയിങ്ങിൻ്റെ കാരണമായിട്ടുണ്ടാവുന്നതാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം ഒരുപാട് മാധ്യമങ്ങൾ, കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. കേരളത്തിലെ പലയിടങ്ങളിലായി കുട്ടികൾ, പ്രത്യേകിച്ച് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി പ്രായത്തിലുള്ള കുട്ടികൾ, അവർ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ കുപ്പായത്തിലും അതുപോലെ തന്നെ പാൻസിലും ഒക്കെ ചോരയും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചളിയും കാര്യങ്ങളൊക്കെ പറ്റിയ രീതിയിലാണ് അവർ തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമ, അത് തല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുക എന്നൊരു സംഗതി, അതിനെ വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യുക, അതിനെ വീണ്ടും പുനരാവിഷ്കരിക്കുക എന്നൊരു കാര്യമാണ് കുട്ടികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികൾ തമ്മിൽ ചേരി തിരിഞ്ഞ് അടിയുണ്ടാക്കുകയും അത് മറ്റൊരു വിദ്യാർത്ഥി അവർ റീൽസ് എടുത്ത് അത് പോസ്റ്റ് ചെയ്യുക, അതിൽ ആനന്ദം കണ്ടെത്തുന്ന രീതി ഇന്ന് പലയിടത്ത്, കേരളത്തിൻ്റെ പലയിടത്തിലായി അത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊരവസ്ഥാവിശേഷം വന്നിരിക്കുന്നു എന്നൊരു കാര്യം ദിനപത്രങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വിഷയമാണ് നമ്മൾ ആദ്യമായിട്ട് ഇന്ന് ചർച്ചക്കെടുക്കുന്നത്. നമ്മൾ ഈ ഒരു സാഹചര്യത്തെ, അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് അതിലേക്ക് വരിക എന്നുള്ളതാണ്. അതായത് ഈ കുട്ടികൾ സ്കൂളുകളിൽ ഒരു അടിയുണ്ടാക്കുന്നു എന്നുള്ള വിഷയം, അത് ഒരു വളരെ പുതിയൊരു പ്രതിഭാസമൊന്നുമല്ല. പണ്ട് കാലത്തും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ അവരടുത്ത് വരുന്ന അതിക്രിയകൾ വെച്ച് ആ കുട്ടികളെ ഒരു അവസാന വാക്ക് വിധി എഴുതാൻ പാടില്ല എന്നാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. കാരണം ആ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് പിന്നെ അവരെന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ എന്ത് ചെയ്യും അവർ വിചാരിക്കാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത് പുതിയ സംഭവമാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ സംഭവം എന്ന് പറയുന്നത് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യം, ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ന്യൂസുകൾ കണ്ടു. അപ്പോൾ അത് കുറച്ച് ഭയക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതായത് പണ്ടത്തെ രീതി എന്ന് പറഞ്ഞാൽ അമിത് മാഷ്ക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് സ്കൂൾ വിട്ട് പോകുമ്പോൾ ഇന്ന് അടിയുണ്ടോയെന്നോ ചോദിക്കുക. അപ്പം ഇന്ന് മറ്റേ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും തമ്മിൽ അടിയുണ്ട്. പിന്നെ എന്നിട്ട് അവിടെ ഒരു വര വരും, ആ വര വരഞ്ഞിട്ട് എൻ്റെ അപ്പുറത്തേക്ക് മറ്റേ നിൽക്കും, എൻ്റെ അപ്പുറത്ത് വരെ നിൽക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇതിങ്ങനെ എഴുതി കാത്തുക്കുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ. പക്ഷെ അതവിടെ അങ്ങനെ ഉണ്ട് തീർന്നു പോകാറാണ് പതിവ്. പക്ഷെ ഇപ്പോഴുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു അന്തസ്സിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള ഒരു രൂപത്തേക്കൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. മാത്രമല്ല അതിനു വേണ്ടി ബോധപൂർവം കാരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ഒരു അടി ഉണ്ടാക്കാൻ വല്ല മാർഗം ഉണ്ടാവും എന്ന് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. അതിന് റാഗിങ് ആണെങ്കിൽ പ്രധാനമായിട്ട് അതിനൊരു വഴിമരുന്നായിട്ട് എന്ത് ചെയ്യുന്നത് പലപ്പോഴും കാണാറുള്ളത്. പിന്നെ മാത്രമല്ല പണ്ടൊക്കെ ഒരു അടിയുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് പെൺകുട്ടികൾ വേഗം വഴിമാറി പോവുക ചെയ്യുക. ഇന്ന് പെൺകുട്ടികൾ ഗാലറിയിൽ ഇരുന്ന് കാണുന്ന രൂപത്തിൽ അവർ തന്നെ പിന്നെ കാണുന്നുണ്ട്. ഇപ്പുറത്തെ ആവേശം കൂടും. അപ്പോൾ ഇപ്പുറത്ത് അതൊക്കെ അപ്പം എന്താ വെച്ചാൽ പെൺകുട്ടികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അറിയുമ്പോണ്ടാണ് ഒരു ആവേശം, ഒരു ഹീറോയിസത്തിൻ്റെ ഭാഗം. അപ്പം അങ്ങനെ ഇത് പിന്നെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതിലേറെ ഗുരുതരമായ ഒരവസ്ഥ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ചൊരു +2 പ്രായത്തിലുള്ള കുട്ടികളെ ആ ഒരു നേച്ചർ നോക്കിയാൽ ആരെയും വക വെക്കാത്തൊരു സാഹചര്യമാണ് നമ്മൾ പൊതുവെ കാണുന്നത്. അവർ അധ്യാപകരെ വാക്ക് വെക്കണില്ല, നാട്ടുകാരെ അവർക്ക് പ്രശ്നമില്ല, രക്ഷിതാക്കൾ അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ ഏത് വരെ വെച്ചാൽ പോലീസുകാർ വരെ വന്നാൽ എന്തല്ല അതൊരു വിഷയമല്ല എന്നുള്ള രീതിയിൽ ഒരു നെവർ മൈൻഡ് സംസ്കാരം എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുട്ടികളിൽ പൊതുവേ ഉണ്ട്. പിന്നെ വേറെ സംഭവം ഇപ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ ഈ റീൽസിന് വേണ്ടിയിട്ട് ഇത് നന്നായി ചെയ്യുന്നുണ്ട്. അതായത് ഒരു ടീമിനെ ഇത് എടുക്കാനായിട്ട് റെഡിയാക്കി നിർത്തുക, എന്നിട്ട് ഈ അടിയും കാര്യങ്ങളോട്ട് അതിൽ എടുത്തിട്ട് അതിൻ്റെ പിന്നെ ഇത് സ്റ്റാറ്റസ് ആക്കി അത് സംഭവമാക്കി, അങ്ങനെ അതും ഇതിനൊരു കാരണമാകുന്നുണ്ട്. പിന്നെ ഇതിൽ ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് പല സ്ഥലത്തും മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പിന്നെ ചില സൈക്കിൾ ചെയിന് മറ്റ് സാധനങ്ങൾ ശരിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകുന്ന ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതിങ്ങനെ ഇതിൻ്റെ ഏജ് കുറഞ്ഞു വരികയാണ്. അത് പണ്ടൊക്കെ നമ്മൾ കോളേജുകളിൽ കണ്ടിരുന്ന സംഗതി ഹയർ സെക്കൻഡറിക്ക് എത്തി, ഇപ്പോൾ അത് 10ാം ക്ലാസ്സിലേക്ക് എത്തി, 8ാം ക്ലാസ്സിലേക്ക് എത്തി, ഇങ്ങനെ കുറഞ്ഞ് കുട്ടികളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ
വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ലഹരി തന്നെയാണ്. ഈ മയക്കുമരുന്ന് സിന്തറ്റിക് ലഹരി വ്യത്യസ്തമായ അളവിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും അതിന് അടിമയാകുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരം കുട്ടികൾ ഇത്തരം വിഷയത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക ഊർജ്ജം കിട്ടിയിട്ട് അവർ പിന്നെ പല വഴിക്കും ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ സിനിമ, അതേപോലെ നേരത്തെ പിന്നെ ഹിലാൽ പറഞ്ഞല്ലോ, ഒരു സിനിമൻ്റെ പേര് പറഞ്ഞല്ലോ. അപ്പോൾ അത്തരം സിനിമകൾ ധാരാളം ഇത്തരം സംഗതികൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ ലഹരി, അതുപോലെ തന്നെ കുട്ടികൾക്ക് നേരത്തെ പോലെയല്ല ഇപ്പോൾ പണം നന്നായിട്ട് കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ നമ്മളൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് പൈസ കിട്ടുക എന്നുള്ളത് ഭയങ്കര പരിമിതിയുള്ള വിഷയമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, യഥേഷ്ടം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ കയ്യിൽ പണം വരുന്നുണ്ട്. അപ്പോൾ ഈ ലഹരി, സിനിമ, പണം, പിന്നെ ഒഴിവ് സമയം, ഇതൊക്കെ പാടെ കൂടുമ്പോൾ ഭയങ്കര പ്രശ്നം എന്ത് ചെയ്യും, ഇവരുടെ ഈ പ്രായം വെച്ച് നോക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിന് കാരണമുണ്ട്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ആർക്കെങ്കിലും ഒറ്റയ്ക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. ഇതിനൊരു കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതിൽ ഒന്നാമത്തെ എന്താ വെച്ചാൽ പിന്നെ എഡ്യൂക്കേഷൻ ഫോർ ഹ്യൂമൻ കൾച്ചർ എന്നാണല്ലോ പൊതുവേ നമ്മൾ പറയാറുള്ളത്. അതായത് വിദ്യാഭ്യാസം ഒരു മനുഷ്യൻ്റെ സംസ്കാരം രൂപപ്പെടുത്താനുള്ളതാണെന്നാണ് ഇതിൻ്റെ എല്ലാ ആപ്തവാക്യങ്ങളിലും നമ്മൾ പറയാറുള്ളൊരു കാര്യം. പക്ഷേ ഇത് യാഥാർത്ഥ്യമാക്കാൻ സിലബസുകളിൽ എന്തില്ല, ഒരു പരിശ്രമവും ഇപ്പോൾ നടക്കുന്നില്ല. നേരെ വിപരീത പരിശ്രമങ്ങളാണ് പലപ്പോഴും നടക്കുന്നത്. നമുക്കൊരു വിരോധാഭാസം തോന്നുന്നത് എന്താ വെച്ചാൽ 10 വർഷം പഠിപ്പിച്ച അല്ലെങ്കിൽ 12 വർഷം പഠിപ്പിച്ച ഒരു വിദ്യാലയത്തിൽ നിന്ന് കുട്ടികൾ സെൻഡ് ഓഫ് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ അന്ന് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൊടുത്തിട്ട് 2-3 പോലീസ് ജീപ്പ് അവിടെ വന്ന് നിർത്തേണ്ട ഒരു ഗതികേട് പന്നി നമ്മളെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലുണ്ട്, ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലൊക്കെ കാണുന്നുണ്ട്. കാരണം അന്ന് ഇറങ്ങി പോകുമ്പോൾ ആകെ ചവിട്ടി കുത്തി നാശാക്കിയിട്ട് ആണ് പോകുന്നത്. അപ്പോൾ അത് നിയന്ത്രിക്കണ ഈ പോലീസും ആണ്. ഇതന്നെയല്ലേ നമ്മൾ സംസ്കാരമാണ് വിദ്യാഭ്യാസത്തിലൂടെ കൊടുക്കുന്നത് എന്ന് പറയുകയും ചെയ്യുക. ആ സംസ്കാരം കൊടുത്തുകൊണ്ട് അവിടുന്ന് ഇറക്കി വിടുന്ന സമയത്ത് ഒരു പോലീസിൻ്റെ സംരക്ഷണം വേണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉള്ളടക്കത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ പിന്നെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതാണ് ഒന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്നെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ ഒരു ധാർമ്മികമായ പരിസരം പിന്നെ ഇതിൻ്റെ സിലബസുകളിലും ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന് നേരെ എതിരായ ആശയത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ലിബറലിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ, ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇതുപോലുള്ള റീൽസും സംഗതികളും പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാക്കി വിടുന്നതൊക്കെ വലിയ സംഭവമാക്കിയിട്ട് ഈ കുട്ടികൾക്ക് എൻ്റെ ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് മന്ത്രി ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മന്ത്രിയൊക്കെ ഇടുമ്പോൾ അത് ഒന്നൊന്നുമല്ല. അത് പിന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അവർ 2 പേരുടെയും പേജിൽ പല സമയങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലിബറൽ രീതിയും കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു സംസ്കാരത്തെ ഇവർ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവരുടെ നേരത്തെയുള്ള ട്വീറ്റുകളൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ ഈ ഹെറ്ററോ നോർമേറ്റിവിറ്റി എന്ന് പറയുന്ന ആ സംഗതിയെ ഇതിൻ്റെ ഒരു ഭാരമാണെന്നുള്ളതും ഹോമോസെക്ഷാലിറ്റിയാണ് ഇങ്ങനെ വരേണ്ടത് എന്നുള്ളതും അങ്ങനെ ലിബറൽ സംസ്കാരത്തെ കൊണ്ടുവരാൻ ഇവരെന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനൊക്കെ സാമാന്യവൽക്കരിക്കുകയാണ്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സാമാന്യവൽക്കരിക്കുന്നു. മൈ ബോഡി മൈ റൈറ്റ് എന്നുള്ള വിഷയം, അതുപോലെ തന്നെ പാഠ്യപദ്ധതിയിലൂടെ അടക്കം ഈ ജെൻഡർ തിയറികൾ കടത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമല്ലാതെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ എല്ലാ നിലക്കും തുറന്നു വിടുന്ന രീതിയിലേക്ക് ഒരു സംസ്കാരം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു പരിണിത ഫലം നമ്മൾ സമൂഹത്തിൽ അനുഭവിക്കും. അപ്പോൾ പിന്നെ സർക്കാരിന് ഇതിലെന്തുണ്ട്, പ്രധാനപ്പെട്ട റോളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റൊന്ന് അധ്യാപകരാണ്. അധ്യാപകർക്ക് ഇപ്പോൾ എന്താ വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പരമാവധി മാറി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, പൊതുവേ കാണുന്നത്. മാറി നിൽക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഇതിലൊന്ന് ഇടപെട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവനെ സദാചാര പോലീസ് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പ്രശ്നങ്ങൾ വരും. അതേപോലെ തന്നെ പിന്നെ അവൻ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ വരും, ഭീഷണികൾ വരും. അപ്പോൾ അതിനൊന്നും നേരിടണ്ടെന്നുള്ള നിലക്ക് എന്ത് ചെയ്യും, ഞാനതൊന്നും കണ്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാറി നടക്കുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അതിന് സർക്കാരിന് ഈ അധ്യാപകർക്ക് ഇതിൽ ഇടപെടണമെങ്കിൽ ധൈര്യം കൊടുക്കേണ്ടത് നമ്മുടെ നിയമങ്ങളാണ്, നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. അവിടെയൊക്കെ ഇതിന് കാര്യങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ ശക്തമായ നടപടി എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്ക് കൊടുക്കണം, അധ്യാപകർക്ക് കൊടുക്കണം. 2-3 കേസിൽ തുടർച്ചയായി ഇങ്ങനെ പെട്ട് കഴിഞ്ഞാൽ അതിനെതിരിൽ ശക്തമായ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വല്ലാതെ ആവർത്തിക്കൂല. ഇതെന്ത് ചെയ്താലും ഒരു കുഴപ്പം സംഭവിക്കൂല എന്നുള്ളൊരു തോന്നലാണ് എന്ത് ചെയ്യുന്നത്, ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ രക്ഷിതാക്കളാണ് പിന്നെ അത് വേറൊരു കാര്യം. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അമിതമായിട്ട് കുട്ടികൾക്ക് പണം കൊടുക്കുന്നൊരു സ്വഭാവം നിർത്തണം. അതായത് പണം കയ്യിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ വിഷയങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുക, കുട്ടികൾ പോവുക. അതേപോലെ തന്നെ സമയം വൈകി വരുന്നത്, അതെപ്പോൾ വന്നാലും വീട്ടിലേക്ക് കയറുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം വൈകി വരുമ്പോൾ എവിടെയായിരുന്നു എന്ന് വീട്ടിൽ ചോദിക്കുമെന്ന് വരുമ്പോൾ എന്ത് ചെയ്യും, അത് സമയത്ത് വരും. അവിടെ തല്ലാനും കൊല്ലാനും എന്ത് ചെയ്യൂല, ഒരിക്കലും നിൽക്കില്ല. അപ്പോൾ അതും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ മാത്രമല്ല കുട്ടികളുമായിട്ട് ഇപ്പോൾ രക്ഷിതാക്കളുടെ അവസ്ഥ വെച്ചാൽ ഭയങ്കര ഗ്യാപ്പാണ്, സംസാരിക്കണില്ല. രക്ഷിതാക്കൾ കുട്ടികളുമായിട്ട് സംസാരിക്കണില്ല. അപ്പോൾ ആ സംസാരം ഉണ്ടാകണം. ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന
ഒരു ഫ്രണ്ട്ലിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തെ എന്ത് ചെയ്യണം വീടകങ്ങളിൽ നിർബന്ധമായിട്ടും ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികളെ കാണുന്നതന്നെയില്ല. കാരണം വളരെ വൈകി വരുന്ന രക്ഷിതാക്കളുണ്ടാവും, വളരെ നേരത്തെ അവർ ജോലി സ്ഥലത്തേക്ക് പോകുന്നുണ്ടാവും, ഈ കുട്ടികളപ്പോൾ എഴുന്നേറ്റുണ്ടാവില്ല, ഇവർ വരുന്ന സമയത്താണ് ഈ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇവർ തീരെ കാണുന്നത്. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ സ്കൂളുകളിൽ നിന്ന് വിളിച്ചു പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, രക്ഷിതാക്കൾ ഇവനെ ചോദ്യം ചെയ്യാൻ വരും. അപ്പോൾ രക്ഷിതാക്കൾ വയലൻ്റായിട്ട് പെരുമാറുകയും ചെയ്യും. ഈ വയലൻ്റായിട്ട് പെരുമാറുമ്പോൾ ഒരിക്കലും ഈ കുട്ടികൾ എന്ത് ചെയ്യില്ല, ഇവർ പറയുന്നത് അഡ്മിറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അവിടെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഈ പിന്നെ വിദ്യാലയവുമായിട്ട് നിരന്തര ബന്ധം രക്ഷിതാക്കൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. കുട്ടികൾ അന്ധമായി വിശ്വസിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇവൻ തല്ലിയ കേസിലും കുഴപ്പത്തിലൊന്നും ഉണ്ടാവില്ല എന്നൊരു മുൻവിധി എടുത്തുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്താൽ തന്നെ എൻ്റെ മോനല്ല എന്ന് പറഞ്ഞ് വേഗം അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ വസ്തുത അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യണം, അതിൽ ഇടപെടുന്ന ഒരു മാനസികാവസ്ഥ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അതായത് അധ്യാപകരൊരു വിഷയം പറഞ്ഞാൽ അധ്യാപകരൊപ്പം നിൽക്കണം, നമ്മുടെ രക്ഷിതാക്കൾ നിൽക്കണം. അപ്പോൾ ഇതിനെന്ത് ചെയ്യുള്ളൂ, അധ്യാപകർക്കൊരു ധൈര്യം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ കുട്ടികൾ, ഇതിൽ ഇടപെടുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിൽ നമ്മുടെ ഒരു കയ്യബദ്ധം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മുടെ ജീവിതാവസാനം വരെ അത് ഖേദിക്കേണ്ടി വരും. കാരണം അത്രയും ഇതിൻ്റെ അടിൻ്റെ രംഗങ്ങൾ ഏത് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കയ്യിൽ കിട്ടിയ പട്ടിക കഷ്ണമാണോ കല്ലാണോ എന്താണെന്ന് നോക്കണില്ല, പിന്നെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ സ്പൈനൽ കോഡിന് എവിടെയെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്കുള്ള ഭാഗമൊക്കെ നിശ്ചലായില്ലേ. അവൻ പിന്നെ എത്ര ചെറിയ കുട്ടികളല്ലേ അവരൊക്കെ, എത്ര കാലം എന്ത് ചെയ്യും, മലർന്ന് കിടക്കേണ്ടി വരും. ഇവർ ഈ ഒരു ആവേശത്തിൽ ഈ ഒരു ഹീറോയിസത്തിൻ്റെ അതിന് വേണ്ടിയിട്ടായിരിക്കും അടിച്ചിട്ടുണ്ടാവുക. പിന്നെ അവൻ തന്നെ എന്ത് ചെയ്യുക, അവൻ്റെ ബെഞ്ചിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ ആ തൊട്ട താഴെ ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണല്ലോ, അവൻ്റെ നാട്ടുകാരനായിരിക്കുമല്ലോ. ഇവൻ ഈ മലർന്ന് കിടക്കുന്ന രംഗം പിന്നെ ഇത് കാണുമ്പോൾ സഹിക്കാൻ കഴിയുമോ? പിന്നെ ഇവൻ എങ്ങനെയാണ് തിരുത്താൻ കഴിയുക? അല്ലെങ്കിൽ ഒന്ന് കണ്ണിന് തട്ടി, ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോയി, ഇങ്ങനെ അവയവങ്ങളിൽ എവിടെ എന്ത് മർമ്മസ്ഥാനത്ത് കൊണ്ടാൽ എന്തൊക്കെ സംഭവിക്കും. അങ്ങനെ തൻ്റെ കയ്യബദ്ധം കൊണ്ട് ഒരാളുടെ ജീവിതം ഈ രൂപത്തിൽ നരകയാതനയിലേക്ക് പോകുന്നൊരു സാഹചര്യം വരുന്നതിനെക്കുറിച്ച് ഈ കുട്ടികൾ എന്ത് ചെയ്യണം, നന്നായി ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. മാത്രമല്ല ഭാവിയിൽ പല കാര്യങ്ങൾക്കും ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പെടുന്ന കുട്ടികൾക്ക് അത് തടസ്സമാവും, അവരുടെ ജീവിതത്തിൽ തടസ്സമാവും, അവരുടെ ഉപരിപഠനത്തിന് പ്രശ്നമായി മാറും, അവർക്ക് ജോലി കിട്ടുമ്പോൾ അത് പ്രശ്നമായി മാറും, അവരുടെ വിവാഹ ജീവിതത്തിന് പ്രശ്നമായി മാറും. ഒരു ജോലിയിലേക്ക് ഒരാളെടുക്കുന്ന സമയത്ത് അവൻ ഈ കോളേജിലൊക്കെ മഹാകച്ചറിയുന്നു എന്നുള്ളൊരു റിപ്പോർട്ടായിരിക്കും നാട്ടുകാരും അവൻ്റെ സുഹൃത്തുക്കളും ഒക്കെ അടക്കം പറയാം. ഒരു കല്യാണാലോചനയ്ക്ക് വരുന്ന സമയത്ത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഈ ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകും. ഇതൊന്നും ഇവർ ഈ സമയത്ത് ചിന്തിക്കണില്ല, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാണ്. അപ്പോൾ അതൊക്കെ ഈ മക്കൾ ആലോചിക്കേണ്ടതാണ്. പിന്നെ ഈ ഗുണ്ടായുസത്തിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, അതിലേക്കൊക്കെ പോകുന്നത് ഇതിൽ പയറ്റി തെളിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു വഴി എന്ത് ചെയ്യണം, കുട്ടികളെ ഇന്ന് പിന്തിരിഞ്ഞ് നടക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ, അതേപോലെ തന്നെ പിന്നെ സംഘടനകൾ, ഇവർക്കൊക്കെ ഇതിലെന്തുണ്ട് ഉത്തരവാദിത്തമുണ്ട്, മതസംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. മതസംഘടനകളും ഈ പിന്നെ കുട്ടികളെ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ ആവശ്യമായ ബോധവൽക്കരണങ്ങളും കാര്യങ്ങളും നടത്തുക എന്നുള്ളതും അത്യാവശ്യമാണ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിത് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രായം എന്ന് പറയുമ്പം ഒരു ഈഗോ സെൻട്രിസം അല്ലെങ്കിൽ ലോകം ചുറ്റുന്നത് എൻ്റെ ചുറ്റുമാണ് എന്ന് ചിന്തിക്കുന്നൊരു പ്രായമാണല്ലോ. സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഒരു ഹീറോയിസം കാണിക്കാൻ എന്നുള്ള നിലക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അങ്ങനത്തെ കുട്ടികളെ കാണുന്ന ഒരാളെന്നുള്ള നിലക്ക് അല്ല, ഇപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ അഷ്റഫൊക്കെ പറഞ്ഞല്ലോ, ഇതൊരു പുതിയ ഫിനോമിനൻ അല്ല എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം നേരത്തെയൊക്കെ ഇത് സൗഹൃദങ്ങളെ ഒന്നും അങ്ങനെ ബാധിച്ചിരുന്നില്ല. അത് പെട്ടെന്ന് തീരുന്ന ഒരു ചെറിയ അടി മാത്രമായിരുന്നു. അതിൻ്റെ ഈ വേവ്സ് ഒന്നും ബാക്കി നിൽക്കില്ല, പിന്നെ ഗ്രൂപ്പുകൾ മാറും, പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് മറ്റൊരു ഇതെന്താ വെച്ചാൽ, ഇന്ന് നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അന്ന് 5 or 8 കുട്ടികളുള്ള ഒരു മാതാപിതാക്കളാണ് ഇന്നൊരു കുട്ടി ഉണ്ടാവുന്നത്, ഓനെയാണ് ഈ സ്കൂളിലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് എന്തെങ്കിലും പറ്റുക എന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തെ ഒരു പക്ഷേ അതോടെ തകർക്കും. പിന്നെ മാത്രമല്ല, ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു വിദ്യാർത്ഥി സമൂഹം എന്താണെന്ന് അറിയാം. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഇതിലെടുത്ത വെൽത്ത് ഓഫ് ദ നേഷനാണ്. അപ്പോൾ ഇവരെങ്ങനെ രൂപപ്പെടണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും യുനിസെഫിനെ പറയുമ്പോൾ ഒരു വർഷത്തിൽ 240 മില്യൺ കുട്ടികൾ ഈ രീതിയിലുള്ള ബുള്ളിങ്ങിന് വിധേയമാകുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുദ്രാവാക്യം എന്താ വെച്ചാൽ, എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ഗോ ടു ദ സ്കൂൾ ആൻഡ് ലേൺ ഫ്രീ ഫ്രം ഫിയർ എന്നാണ്. അപ്പോൾ അതാണ് ഒരു വിദ്യാലയ അന്തരീക്ഷത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊതുവായിട്ട് കുട്ടികൾക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും ഒരു അടി മാത്രമായിട്ടാണ് ഇതിനെ കാണുന്നത്.
ഇത് മറ്റു രീതിയിലുള്ള ബുള്ളിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അത് പിന്നെ വെർബൽ ബുള്ളിങ് നടക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ പുറമേ അല്ലെങ്കിൽ ഇതിനൊക്കെ ഏറ്റവും അപകടകരമായൊരു കാര്യം ഈ പല കുട്ടികളും ഈ പോസ്റ്റ് ട്രോമ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അത് ചെറുതായിട്ടൊരു പ്രശ്നമല്ല. അപ്പോൾ 2019 പഠനം പറയുന്നത് ഇതിൽ ലോങ് ടേം റിസ്ക്കുകളുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടാവുന്നത് ഇതത് കാരണം ഉണ്ടോ ചോദിച്ചാൽ നമ്മളില്ലയെന്ന് പറയാം. പക്ഷേ ഈ പഠനം പറയുന്നത് ഡയബറ്റീസ്, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ പോലും ഇത്തരത്തിലുള്ള ഏർലി സ്റ്റേജിൽ നടക്കുന്ന ബുള്ളിയിങ്ങിൻ്റെ കാരണമായിട്ടുണ്ടാവുന്നതാണ്. അതിൻ്റെ പുറമെ ഇതിനേക്കാളൊക്കെ അപകടം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സബ്സ്റ്റൻസ് അബ്യൂസുകളിലേക്ക്, അറ്റാച്ച്മെൻറ്റ് ഡിസോർഡറുകളിലേക്ക്, ഒബീസിറ്റിയിലേക്ക്, അതുപോലെ തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ്സുകളിലേക്ക്, ഇതിലേക്കൊക്കെ കുട്ടികളെ നയിക്കുന്നുള്ളതാണ്. അപ്പോൾ ചെറുതല്ലാത്തൊരു ഇമ്പാക്റ്റ് ഇതിനുണ്ട്. പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കും, ഈ അടി നടക്കുന്നത് മിക്കവാറും സ്ട്രീറ്റിലാണ് അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. ഇവിടെ പലപ്പോഴും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഈ ചെറിയ കുട്ടികളും ഇതിനെ വിറ്റ്നസ് ചെയ്യുകയാണ്. അവരെ സംബന്ധിച്ചോളം സ്കൂളിനെ കുറിച്ചുള്ളൊരു ചിത്രം എന്താണ്? ഒരു സുരക്ഷിതമായ ഒരു സ്ഥലമല്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു പോവുകയാണ്. മാത്രമല്ല സുരക്ഷിതമാകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊക്കെ ഉള്ള ചില കൈക്രിയകൾക്കൊക്കെ വേണ്ടി വരുമെന്നുള്ള. അപ്പോൾ അവൻ്റെ മനസ്സ് തന്നെ രൂപപ്പെടുന്നത് ഭാവിയിൽ താനും ഇതുപോലെ ചിലതൊക്കെ ചെയ്യാനുള്ള കഴിവും അതിനുള്ള ധൈര്യമൊക്കെ ഉള്ളവനായി തീരേണ്ടി വരുന്നുള്ളതാണ്. ഇത് ഒരു സമൂഹത്തിൻ്റെ മൊത്തം മാനസികാവസ്ഥയെ മാറ്റി തീർക്കും, അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തെക്കുറിച്ച് പിന്നെ വേറൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്നിപ്പോൾ പണ്ടത്തെ കാലത്ത് സ്കൂളല്ലാതെ പഠിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. ഇന്ന് ധാരാളം പ്ലാറ്റ്ഫോമുകൾ വേറെ വരികയാണ്. ഇത്തരത്തിൽ അരക്ഷിതമാകുന്ന കുട്ടികൾ ഒരു പക്ഷേ ഞാൻ സ്കൂളിൽ പോകുന്നില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇങ്ങനത്തെ സ്കൂളിലേക്ക് എനിക്ക് വിടണ്ട എന്നൊരു തോന്നൽ വരുന്നതോടെ മറ്റു രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ തേടി പോകുന്ന അവസ്ഥ ഉണ്ടാകും. കാരണം സുരക്ഷിതത്വം എന്നുള്ളത് ഇന്ന് മറ്റന്നത്തേക്കാളും പ്രാധാന്യമുള്ളൊരു ഇതായതുകൊണ്ട് തന്നെ. ഇതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും ഈ കരുതുന്നത്. ഇപ്പോൾ ഈ ചെറിയ കുട്ടികളല്ലേ, അതുകൊണ്ട് അവർ അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്നുള്ളതാണ്. അല്ലെങ്കിൽ പൊതുവായിട്ടുള്ളൊരു നിയമം അവർക്ക് നൽകുന്ന ചില പരിരക്ഷകളുണ്ട്. എന്നാൽ ഇത് നമ്മൾ പറയുന്ന യൂറോപ്യൻ സമൂഹമോ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊന്നും തന്നെ ബുള്ളിയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവരെ കുട്ടികളാണെന്ന് കരുതിയിട്ട് റിലീസ് ചെയ്യില്ല. 14 വയസ്സ് ആയ കുട്ടിയാണെങ്കിൽ അവൻ ഇങ്ങനത്തെ ഒരു ബുള്ളിയിങ്, അതായത് ശക്തിയുള്ള ഫിസിക്കൽ വയലൻസിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ വീട്ടിൽ നിന്ന് ഡീറ്റെയിൻ ചെയ്തു. പിന്നെ ആ അമ്മയ്ക്കും അച്ഛനും ആ കുട്ടിയെ കിട്ടൂല. പിന്നെ സർക്കാരിൻ്റെ അണ്ടറിലാണ് ആ കുട്ടി വളരുന്നത്. അപ്പോൾ അത് വരുന്നതോടൊപ്പം നമ്മളോടെ അറിയാം മാതാപിതാക്കളുടെ ഒരു റോൾ എന്താണെന്നുള്ള ഒരു പ്രധാന വിഷയമാണ്. അപ്പോൾ ഇവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ PTA എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ളൊരു ബോഡിയായിട്ട് മാറണം. അല്ലെങ്കിൽ മാതാപിതാക്കളും അധ്യാപകരും ഇപ്പോൾ സ്കൂളിൽ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലീഡേഴ്സ് കുട്ടികൾക്കടയുന്നുണ്ടെങ്കിൽ അവരും ചേർന്നിട്ടുള്ള റെഗുലേറ്ററി ബോഡി സ്കൂളുകളിൽ വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ CBSE സ്കൂളുകളിൽ ഇത് കുറവാണ്. അത് അവിടുത്തെ കുട്ടികൾ വളരെ ധാർമ്മികമായി നല്ലതായതുകൊണ്ടല്ല, മറിച്ച് അത് പെയ്ഡാണ്. പാരൻസിന് കുറച്ചുകൂടി ഉത്തരവാദിത്വം ഉണ്ട്. അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഓടി വരും. അല്ലെങ്കിൽ സ്കൂളും കുറച്ചുകൂടി ശക്തമായിട്ട് ഇടപെടും. ശക്തമായ മാനേജ്മെൻറ്റുള്ള സ്കൂളുകളിൽ നമുക്ക് നോക്കിയാൽ അറിയാം, അവിടെയും അത്ര വല്ലാണ്ട് ഇത്തരത്തിലുള്ള കേസുകളില്ല. കാരണം അവിടെ മാനേജ്മെൻറ്റ് ഇടപെടുകയും മാതാപിതാക്കളെ വിളിച്ചു വരുത്തും, താക്കീതുകൾ ചെയ്യും. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഈ കേസസിൻ്റെ റിപ്പോർട്ട് കുറവ് തന്നെയാണ്. അപ്പം നമ്മൾ പിന്നെ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ സബ്സ്റ്റൻസ് അബ്യൂസ് നടക്കുന്ന ഇതുണ്ട്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കപ്പെടുന്നത്, പ്രണയ ഈ വിഷയങ്ങൾ, ഇതൊക്കെയാണ് ഇതിലേക്ക് പലപ്പോഴും നയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അവൈലബിലിറ്റി എന്ന് പറയുന്നത്, പോസിബിലിറ്റി എന്ന് പറയുന്നതും ഇത്തരം വയലൻസിന് ട്രിഗർ ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പോൾ പഠനമല്ലാത്ത ചില കാര്യങ്ങളിലേക്ക് താല്പര്യങ്ങൾ വഴുതിപ്പോകുന്നത് സ്കൂളിൻ്റെ ഒരു മൊത്തത്തിലുള്ള സംസ്കാരത്തെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടേണ്ട വിഷയങ്ങളിലേക്ക് പ്രയോറിറ്റി മാറുന്നതോടെ തന്നെ ഇത്തരത്തിലുള്ള സുരക്ഷാ ഭീഷണി സ്കൂളിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷത്തിലേക്ക് വരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ഓസ്ട്രേലിയ നമുക്കറിയാം, കള്ളന്മാരെയും കൊള്ളക്കാരെയൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് എന്താണ്
അതായത് അമേരിക്കയിൽ നിന്നും മറ്റേ ബ്രിട്ടനിൽ നിന്നൊക്കെ ഡിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് അവിടുത്തെ സമൂഹം ഉണ്ടാവുന്നത്. അപ്പോൾ ഇവർ അത്തരത്തിലുള്ള പശ്ചാത്തലമുള്ളവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കുറേ മറ്റേ രീതിയിലുള്ള മൈഗ്രൻസ് ഉണ്ടാകും. എന്തായാലും ഇവർ ഇവിടെ ഇത്തരത്തിലുള്ള വയലൻസുകൾ പെരുകിയ സമയത്ത് 2009 അവരുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് വാല്യൂ എഡ്യൂക്കേഷൻ അവർ റീഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്നിപ്പോൾ നമുക്ക് ധാർമ്മികം എന്നൊന്നും മതപരം എന്നൊക്കെ പറയാൻ പറ്റില്ലായിരിക്കും, പക്ഷേ വാല്യൂ എഡ്യൂക്കേഷൻ അത്യാവശ്യമാണെന്നും കുട്ടികളെ ആ രീതിയിൽ കൃത്യമായി ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധ്യത അവർക്കുണ്ടായി. അപ്പോൾ അതിനൊരു റെസ്പെക്റ്റ് ആൻഡ് ഫെയർ ഗോ എന്നാണ് അവർ കൊടുത്തൊരു ടൈറ്റിൽ തന്നെ. അപ്പോൾ ആ രീതിയിൽ കുട്ടികൾക്കിടയിൽ കൃത്യമായ ധാർമ്മികതയോ അല്ലെങ്കിൽ മൂല്യബോധമോ വളർത്താൻ തക്ക രൂപത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് കൊണ്ടുവരേണ്ടത്. അതിന് പകരമാണ് ഇന്ന് ഇതിനേക്കാളൊക്കെ പ്രയോറിറ്റി വെച്ചുകൊണ്ട് മറ്റ് ചില അപകടകരമായ ആശയങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്നൊരു അപകടത്തെ നമ്മൾ ഗൗരവത്തോടെ തന്നെ കാണണം. വിദ്യാഭ്യാസത്തിൻ്റെ പരിഷ്കരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചർച്ചക്കെടുക്കേണ്ട, പരിഹാരം കണ്ടെത്തേണ്ട ഏറ്റവും ഗൗരവമുള്ളൊരു വിഷയമാണിത്. അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗം ഒരുപക്ഷെ ഇനിയും വീണ്ടും മോശപ്പെടും. എന്തായാലും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സംവിധാനവും അടങ്ങുന്ന ഒരു ബോഡി അവർ ഈ ഒരു വിഷയത്തിൽ കൃത്യമായി എന്താണ് ചെയ്യേണ്ടത്, പരിഹാരം എന്താണ് എന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ്.